ഞങ്ങൾ ഇന്നലെ നൈറ്റാട്ടോ ഇവിടെ വന്നത്. എലഗസ് വില്ലേജ് എന്നൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. ഞങ്ങൾ നൈറ്റ് വന്ന കാരണം അതിൻ്റെ ഭംഗിയൊന്നും അറിയാൻ പറ്റിയിരുന്നില്ല, മൊത്തം ഇരുട്ടായിരുന്നു. അപ്പോൾ രാവിലെ മോർണിംഗിൽ ഞങ്ങൾ റെഡി ആയിട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു ആംബിയൻസ് മൊത്തം ഞങ്ങൾ കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂള്. അവിടെ ഒരു കോട്ടിങ് അവർ ഇട്ടിട്ടുണ്ട്. ചുമ്മാ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഹോട്ട് വാട്ടർ എന്നൊക്കെ പറയുന്നു, പക്ഷെ ഞങ്ങൾ ആരും യൂസ് ചെയ്തില്ല. കാരണം അതിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. അപ്പോൾ എന്താ പറയുക, കണ്ടില്ലേ? ഇവിടെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോഴത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഉള്ള ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് പൂളിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ നൈറ്റിൽ കണ്ടിരുന്നില്ല. അപ്പോൾ മോർണിംഗിൽ ഞങ്ങൾ റെഡി ആയിട്ട് ഇതൊക്കെ ചുറ്റി നടന്ന് കണ്ടു, എന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ ഓരോ ദിവസം ഓരോ ഹോട്ടലാണല്ലോ സ്റ്റേ. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു സെറ്റപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്ത് ടേസ്റ്റാണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി നോക്ക്, മൊത്തം വൈറ്റാണ്. അത് എന്താ പറയുക, ഒരു ആ ടയർ പോകുന്ന ആ ഒരു അടയാളം വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് റോഡെന്ന്. പക്ഷെ ഇത് ഓടിക്കുന്നവർക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നമുക്ക് തന്നെ ഒരു റെൻറ്റിന് വണ്ടി എടുത്തിട്ട് നമുക്ക് തന്നെ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണാനുള്ള ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും പോസിബിൾ ആവില്ല കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ശരിക്കും റോഡൊക്കെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് സൈഡ് ഒതുക്കിയിട്ട് വണ്ടി നിർത്തി ഞങ്ങൾ എന്താ പറയുക, ഒരു ചെറിയ കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക 13ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അർമേനിയയിൽ വെച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിർത്തിയ ഒരു പ്ലേസ് നല്ല നല്ല എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ രാത്രി വേറൊരു ഹോട്ടലാട്ടോ സ്റ്റേ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് അവിടുത്തെ ആ ഒരു അവിടെയും കുറച്ച് മഞ്ഞൊക്കെ കുറവായിരുന്നു, എന്നാലും കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളായുള്ള സ്നോ വെച്ചിട്ടൊരു സ്നോമേനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായി, തട്ടിക്കൂട്ട് സ്നോമേനൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന് അവിടുത്തെ ആ ഒരു അർമേനിയൻ ഫുഡ് തന്നെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാവോ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. എന്തായാലും അവിടെ വന്നിട്ട് നമ്മൾ അതും കൂടി ടേസ്റ്റ് ചെയ്യാതെ നമ്മുടേതായ ഐറ്റംസ് നോക്കിയിട്ടായിരുന്നു നമ്മൾ ഇതുവരെ കഴിച്ചിരുന്നത്. ഷവർമ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നത് മുന്നൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും അവിടുത്തെ ഫുഡ് തന്നെ പ്രിഫർ ചെയ്ത് അത് കഴിക്കാൻ അങ്ങനെ അതുവരെ കൊണ്ടുവന്നു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കൊഫ്ത, ചിക്കൻ അങ്ങനെയൊക്കെ സംഭവങ്ങൾ തന്നെ. ഫ്രഷ് വെജിറ്റബിൾസ് ആട്ടോ. സാലഡ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, വെറുതെ ടൊമാറ്റോ, കുക്കമ്പർ. പക്ഷെ അതൊക്കെ വെറുതെ കഴിക്കാനല്ല എന്ത് ടേസ്റ്റാണെന്നറിയോ. അതുപോലെ ബ്രോക്കോളി, അതൊക്കെ നല്ല പക്ക ടേസ്റ്റാട്ടോ. ബില്ല് കണ്ടപ്പോൾ ഞെട്ടണ്ട, 30,700. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു 300 റിയാൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.